വരാൻ പേടി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കരുവന്നൂർ വിഷയത്തില് വിഷമമുണ്ടെങ്കിലും BJP-യുടെ ഒപ്പം വരാൻ പേടിയുള്ള ആൾക്കാര് വിജയിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഒപ്പം വരികയാണ്. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അവര് കണ്ടത്. താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യാനുള്ള മടി ജനങ്ങൾക്കില്ല എന്ന് തെളിഞ്ഞില്ലേ? തീർച്ചയായിട്ടും തെളിഞ്ഞു. അത് ഇപ്പൊ ഒരു പുറത്ത് പറയാൻ കൂടുതൽ ധൈര്യമായി. മുന്നേ അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് ഭയങ്കര ധൈര്യമായി. മുന്നേ നമ്മൾ അസംബ്ലിയില് നമുക്ക് ആരാണ് BJP-ക്ക് വോട്ട് ചെയ്യുന്നതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇത്തവണ അത് പറയാനായിട്ട് അവർക്ക് ഞങ്ങള് BJP-ക്ക് വോട്ട് ചെയ്യും എന്ന് പറയാൻ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇന്നത്തെ ദിവസം സത്യപ്രതിജ്ഞാ ദിവസം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിന്റെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇരിഞ്ഞാലക്കുടയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പ് വിജയം തന്നെയായിരുന്നു എന്നത് തർക്കമില്ല. 59,000 വോട്ടുകളോടുകൂടി ചരിത്രത്തിലാദ്യമായിട്ട് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ BJP ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം 42,000-വും 46,000-വും ഒക്കെ വോട്ടുകളാണ് ഓരോ ഘട്ടത്തിലായിട്ട് ഇവിടെ നേടിയിരുന്നത്. പക്ഷേ ഇത്തവണ വലിയ മാറ്റം, പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുടയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അത് ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. മറ്റൊരു ഏറ്റവും ഇതിൽ വിചിത്രകരമായിട്ടുള്ള കാര്യം, ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ വലിയ വിള്ളലാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ വലിയ വിള്ളൽ എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും പ്രധാനം കരുവന്നൂർ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്ത വലിയ തരത്തിലുള്ള ഒരു കള്ളപ്രചരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ പൊളിഞ്ഞു പോയി എന്ന് ഞാൻ പറയാം. 300 കോടിക്ക് മുകളിലാണ് ഇതിൽ അഴിമതി നടന്നിരിക്കുന്നത്. അപ്പൊ ഈ 300 കോടിക്ക് മുകളിൽ നടന്നിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നേതൃത്വം കൃത്യമായിട്ടുള്ള ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുള്ള ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ പ്രതികരണങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ ഒരു MLA സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഇന്ന് ഒരു തരത്തിലും വലിയ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വിഷയങ്ങൾ മാറിയിരിക്കുന്നു. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? പ്രവർത്തന സംവിധാനങ്ങളൊക്കെ വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ കരുതുന്നുണ്ടോ? വലിയ രീതിയിൽ തന്നെ വിജയിച്ചു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം ഭൂരിപക്ഷം നമ്മള് കാര്യം പറഞ്ഞു എന്ന് വെച്ചാലും 75,000-ന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാത്ത വിജയമാണ്. അത്രയധികം ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ കുറെ ആളുകൾ ഇദ്ദേഹത്തെ ചെമ്പുഗോപി എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ അപമാനിച്ചിരുന്നു, അധിക്ഷേപിച്ചിരുന്നു. അവരോടൊക്കെ ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? അവരതൊക്കെ ചെയ്തത് കൊണ്ട് ആ നെഗറ്റീവ്സ് ഒക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. അതല്ലേ തെളിഞ്ഞത്. ചെമ്പ് ഗോപി അല്ലെങ്കിൽ മാതാവിനെ പറ്റിച്ചു, അതുപോലെ മാധ്യമ പ്രവർത്തകനെ ഉപദ്രവിച്ചു, ഇതൊക്കെ നുണപ്രചരണങ്ങളായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ തെളിവാണ് ഇത്രയധികം ഭൂരിപക്ഷം. വരുന്ന നിയമസഭാ ഇലക്ഷനൊക്കെ എങ്ങനെയായിരിക്കും? പ്രതീക്ഷയുണ്ടോ? അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥി അല്ലാത്ത സാഹചര്യം വരുമ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. കാരണം ഇതിപ്പോ ആളുകളുടെ സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം മാത്രമല്ല, ഈ LDF ഗവൺമെന്റിനോടും അതുപോലെ തന്നെ കോൺഗ്രസിനോടുള്ള ആളുകളുടെ മടുപ്പാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം നമുക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഇതുപോലെയുള്ള ഭൂരിപക്ഷത്തില് BJP-യുടെ വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോ ഈ സുനിൽകുമാറിന്റെ ഒക്കെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കില്ല എന്നുള്ള നിലപാടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അതെ, അവര് തൃശ്ശൂരിന്റെ സംഘാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സുനിൽകുമാറിനെ ഉയർത്തിപ്പിടിച്ചിരുന്നത്. പക്ഷെ നമുക്കറിയാലോ, കരുവന്നൂർ പോലെയുള്ള വിഷയത്തില്, സാധാരണക്കാരന്റെ വിഷയത്തില് ഇവരൊന്നും ഇടപെട്ടിട്ടില്ല എന്ന ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുനിൽകുമാറിന്റെ തട്ടകം പോലും അദ്ദേഹത്തിന് തുണച്ചില്ല. അല്ലെ, അവിടെയും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ല. അവിടെ പിന്നിലാണ് സുരേഷ്. ഇപ്പോ ഈ കരുവന്നൂരിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ അറിഞ്ഞിരുന്നു ഈ ഒരു സമയത്ത്? ഇലക്ഷന് തെരഞ്ഞെടുപ്പിനും ശേഷം റിസൾട്ട് വരുന്നതിന് മുന്നേ അപ്പൊ എന്തായിരുന്നു പ്രതീക്ഷ? അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് നമ്മുടെ കൂടെ വരാൻ പേടി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്.
കരുവന്നൂർ വിഷയത്തില് വിഷമമുണ്ടെങ്കിലും BJPയുടെ ഒപ്പം വരാൻ പേടിയുള്ള ആൾക്കാര് വിജയിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഒപ്പം വരികയാണ്. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അവര് കാണിച്ചത്. ആ ബൂത്തുകളിലൊക്കെ BJP ആണോ മുന്നിൽ? അതെ അതെ, നമ്മുടെ പൊറത്തുശ്ശേരി മേഖലയിൽ മുഴുവനും BJP ആണ്. എല്ലാവരും ഒന്നാം സ്ഥാനത്താണ് BJP. കോൺഗ്രസ് ഒക്കെ നാമമാത്രമായിട്ട് പോയി. അതുപോലെ തന്നെ LDFനും അതെ, അവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഓടിയുണ്ട് നടക്കുക. എന്തെല്ലാം രീതിയിലുള്ള അപവാദങ്ങളാണ് ഇവിടെ സുരേഷ് ഗോപിക്കെതിരെയും BJPക്കെതിരെയും ഇവിടെ നടത്തിയിരുന്നത്? കേന്ദ്രമന്ത്രി ആകില്ല, പറ്റിക്കുകയാണ്. അതോടൊപ്പം കരുവന്നൂർ വിഷയത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ തിരിച്ചു കിട്ടില്ല, LDF തോറ്റു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെ കാണുന്നു ഇതിനോടൊക്കെ? ഇല്ല, അങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇലക്ഷനോട് കൂടി ജനങ്ങൾ അവർക്ക് മറുപടി കൊടുത്തല്ലോ. ഇനി അവരുടെ ഈ നുണപ്രചരണങ്ങളൊന്നും വില പോവില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ അവര് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കരുവന്നൂർക്കാർക്കൊക്കെ വളരെ പ്രതീക്ഷയുണ്ട് BJPയിൽ. ഈ ഇരിഞ്ഞാലക്കുട മേഖലയിൽ നിന്ന് UDFന്റെ വോട്ടുകൾ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിച്ചു? UDFന് അതായത് നമുക്ക് മുന്നേ അറിയായിരുന്നു, ഈ പ്രതാപനെ മാറ്റിയിട്ട് നമ്മുടെ മുരളീധരനെ കൊണ്ടുവന്നപ്പോഴേ തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുരളീധരന് ഒരു പാഠം പഠിപ്പിക്കാനാണ്, ആളെ തോൽപ്പിക്കാനാണെന്ന്. അപ്പൊ അവരെന്നെ അവർക്കുള്ള പണി കൊടുത്തു. ഇപ്പൊ DCCയിലുള്ള തല്ലും കയ്യാങ്കളിയൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇന്നലെയൊക്കെ ആയിട്ട്. ഇത് ഈ ഒരു വിജയം തൃശ്ശൂര് പാർലമെന്റ് മണ്ഡലത്തിലും അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? പിന്നെന്താ, ഇത് BJPയുടെ വിജയത്തിന്റെ ഒരു തുടർച്ചയാണ്, നല്ലൊരു തുടർച്ചയാണ്, ഐശ്വര്യമായിട്ടുള്ള തുടർച്ച. അതിന് സുരേഷ് ഗോപി ഒരു നിമിത്തമായി എന്ന് മാത്രം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു പ്രവർത്തന പരിചയമൊക്കെ? വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല ഗംഭീര വിജയമായിരുന്നു ഞങ്ങൾക്ക്. സ്ത്രീജനങ്ങളുടെയൊക്കെ പിന്തുണ എങ്ങനെയായിരുന്നു? നല്ല പിന്തുണ. സ്ത്രീ വോട്ടാണല്ലോ കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കണം. നന്നായിട്ട് സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യാനുള്ള മടി ജനങ്ങൾക്കില്ല എന്ന് തെളിഞ്ഞില്ലേ? തീർച്ചയായിട്ടും തെളിഞ്ഞു. അത് ഇപ്പൊ ഒരു പുറത്ത് പറയാൻ കൂടുതൽ ധൈര്യമായി. മുന്നേ അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് ഭയങ്കര ധൈര്യമായി. മുന്നേ നമ്മൾ അസംബ്ലിയിൽ നമുക്ക് ആരാണ് BJPക്ക് വോട്ട് ചെയ്യുന്നതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇത്തവണ അത് പറയാനായിട്ട് അവർക്ക് ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും എന്ന് പറയാൻ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ ഭരിക്കുമോ ഈ പറയുന്ന ഇരിഞ്ഞാലക്കുട? മുനിസിപ്പാലിറ്റിയിലൊക്കെ BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇത് തുടരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കൂടുതൽ സീറ്റ് കിട്ടാനേ ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ച് കൂടുതൽ മെമ്പേഴ്സ്, കൗൺസിലേഴ്സ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഇനി എന്തായാലും ഉണ്ടാവും. അതെല്ലാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണോ ഈ ഒരു വിജയത്തിലേക്ക്? തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആളുടെ സേവനങ്ങള്, പാവങ്ങളോടുള്ള ഒരു സമീപനം, അവർക്ക് വേണ്ട സഹായങ്ങള്, സ്വന്തം മറ്റുള്ളവർ കീശ വീർപ്പിക്കുമ്പോ കീശയിലോട്ട് അവർ പോക്കറ്റിലേക്ക് ഇടുമ്പോ ആള് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഇതില് ഒരുപാട് കേരളത്തിൽ ഈ അറ്റം തൊട്ട് ആറ്റം വരെ ആള് ജില്ല പോലും നോക്കാതെ ചെയ്തിട്ടുണ്ട്. ആ ഒരു നല്ല മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പുറത്തുള്ള വിജയമാണ് നമുക്ക് ഇത്തവണ വൻ വിജയം. അത് ചെറിയതല്ല, 3/4 ലക്ഷമാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഭൂരിപക്ഷത്തോടു കൂടി അങ്ങനെ ജയിച്ചിരിക്കുന്നത്. വളരെ നല്ല വിജയമല്ലേ അത്? ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലൊക്കെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പൊ പല കിംവദന്തികളും ഓരോന്നും പറഞ്ഞ് നടന്നതിന്റെ ഒരു ഇതിൽ അവർക്ക് തുടക്കത്തിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും കൂടി പിന്നീട് വളരെ നല്ല ഒരു ഇതാണ്. നമുക്ക് ചെന്നപ്പോ പോലും നമുക്ക് പ്രവർത്തിക്കാൻ, നമ്മൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ പോലും വളരെ നല്ല സമീപനമായിരുന്നു അവരിൽ നിന്ന്. അവരുടെ വോട്ടാണ് കൂടുതലും. എനിക്ക് എന്റെ ബൂത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ ബൂത്താണ്. അതിൽ ഒരുപാട് വോട്ടുകൾ നമുക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് BJPയുടെ ഒരു മുന്നേറ്റം? വളരെ നല്ല മുന്നോട്ടാണ്. നമുക്ക് പകുതിയിൽ മേലെ വിജയമുണ്ട് നമുക്ക് അവിടെ ഉണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും.